പോലീസുകാർ ചോദിച്ചപ്പോ നീ ആളെ മനസ്സിലായിരുന്നു പറഞ്ഞതിനാ? സത്യം പറഞ്ഞിരുന്നെങ്കിൽ രണ്ടിനെ അകത്താക്കാമായിരുന്നില്ലേ? എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ. ഇനി എന്തിനാ വെറുതെ കേസും വെക്കാണോ ഒക്കെ? എന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. എടാ, സ്നേഹം ഒരു തെറ്റല്ലല്ലോ. പക്ഷേ എന്റെ സ്നേഹം സുനന്ദയ്ക്കും അമ്മാവനും ഒരു തെറ്റായി തോന്നിയ സ്ഥിതിക്ക് ഞാൻ പിൻവാങ്ങുന്നതാണ് നല്ലത്. സ്നേഹം പിടിച്ചു വാങ്ങാനുള്ളതല്ലല്ലോ. എന്റെ സ്നേഹം എന്റെ മനസ്സിൽ തന്നെ പോട്ടെ. സുനന്ദയുടെ നല്ല ഭാവിക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സമായി മാറാൻ പാടില്ല. ഇതെല്ലാം ഒരു പഴയ കഥയായി മാറുന്നവരെയെങ്കിലും ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ട് നല്ലത്. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഉടൻ ഞാൻ ബോംബെക്ക് പോവുക. പനക്കിലെ പോളച്ചൻ അവിടെ നല്ല സ്ഥിതിയില്ല. അവൻ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് ശരിയാക്കി തരാതിരിക്കില്ല. നീ ഈ നാട്ടിൽ നിന്ന് പോകാൻ നിന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അറിഞ്ഞാൽ സമ്മതിക്കില്ല. എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും ഇവിടുന്ന് പോയേ പറ്റൂ. പന്തയത്തിന്റെ കാലാവധി കഴിയുമ്പോൾ എല്ലാവരുടെയും വാശിയും വൈരാഗ്യവും ഒക്കെ കെട്ടടങ്ങിക്കോളും. അപ്പോ നീ തോൽക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? പന്തയാവുമ്പോ ആരെങ്കിലും ഒരാൾ തോറ്റല്ലേ പറ്റൂ. എങ്ങോട്ടാ യാത്ര? അത് അമ്മാവന് സുഖമില്ലാന്ന് പറഞ്ഞ് കത്തുണ്ടായിരുന്നു. ഒന്ന് ചെന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് കരുതി. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അമ്മാവിന്റെ വീട് ബോംബെയിലാണോ? ചക്രു ഇനി എങ്ങോട്ടും പോണ്ട. സഹതാപം കൊണ്ട് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. മനസ്സിൽ എന്നാണ് എപ്പോഴാണ് ഇങ്ങനൊരു മാറ്റം ഉണ്ടായതെന്നും ചോദിക്കണ്ട. ഒരുപക്ഷെ സ്വന്തം മനസ്സ് മനസ്സിലാക്കാൻ ഞാൻ വൈകിയതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോ ചക്രുവിന് എന്നോടുള്ള അതേ ഇഷ്ടം തന്നെയാണ് എനിക്കങ്ങോട്ടും. കോഴിവാസവും വേറെ ചിലവന്മാരും പപ്പുവിന്റെ പക്ഷത്താ. എല്ലാം കീഴ്ജാതിക്കാരാണല്ലോ. നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്നാ മതി. അടിക്കേണ്ടി വന്ന അടിച്ച് തന്നെ ഒതുക്കണം. നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റാണല്ലോടാ. ഇപ്പൊ വന്നു വന്നു സുനന്ദമൂള് പോലും. പിള്ളേരുടെ മനസ്സല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഇനി അബദ്ധങ്ങളൊന്നും പറ്റരുത്. ഇനിയുള്ള കളി വളരെ ബുദ്ധിപൂർവ്വം സൂക്ഷിച്ചേ കളിക്കാവൂ. ഒരു ബാർബർ ഷാപ്പ് കൊണ്ട് മാത്രമാണ് പപ്പുവും കുടുംബവും ജീവിക്കുന്നത്. ഈ ഗ്രാമത്തിലാണെങ്കിൽ മറ്റൊരു ബാർബർ ഷാപ്പും ഇല്ല. നമുക്ക് പപ്പുവിന് ഓപ്പോസിറ്റായിട്ട് പുതിയൊരു ബാർബർ ഷാപ്പ് ഇടണം. പപ്പുവിന്റെ വരുമാനം ആകെ തകർന്ന കുടുംബം പട്ടിണിയായി കഴിയുമ്പോൾ പപ്പുവിന്റെ അഹങ്കാരമൊക്കെ കുറഞ്ഞോളും. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ ഒരു ബാർബർ ഷാപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞാ നമ്മൾ പണം മാത്രം മുടക്കിയാൽ മതി. അതിന് പറ്റിയ ഒരാൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. ഞാനൊരു ബാർബർ ഷാപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞാ നാട്ടുകാരെന്നെ കളിയാക്കില്ലേ? ഞങ്ങളുടെ ജാതിക്കാർക്ക് തന്നെ കുറച്ചില്ല. അന്തസ്സില്ലാത്ത പണി. എങ്കിൽ അന്തസ്സുള്ള രീതിയിൽ തന്നെ ആയിക്കളയാം. വെറും ഒരു ബാർബർ ഷാപ്പ് ആകണ്ട, ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിക്കളയാം. എന്തേ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? അതെ, അതിനൊരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. എങ്കിലിനി ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് 6 ജപ്പാനെ വരുത്താം. അതാരാ? ബാർബർ കം ബ്യൂട്ടീഷ്യൻ. ഇതാണ് നമ്മുടെ പ്രൊപ്പറേറ്റർ ഗുണശേഖരൻ മുതലാളി. ഓഹോ, ഐ ആം ആർ.ഐ. ജപ്പാൻ FRCS. താങ്ക് യു. താങ്ക്സ്. ഹോപ്പ്ലെസ് പ്ലേസ്. ഒരു പട്ടിക്കാട് സ്ഥലമാണല്ലോ. സാരമില്ല, 1-2 ആഴ്ച കൊണ്ട് ഇവിടെ ഉള്ളവരെ ഞാൻ പട്ടണ പരിഷ്കാരികളാക്കിക്കൊള്ളാം. ഞാൻ ഇപ്പൊ കുടിച്ചല്ലേ? ജപ്പാന്. എനിക്ക് വേണ്ട, ഞാൻ കുടി നിർത്തി. നിർബന്ധമാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ടാകാം. ഒരു ഫുൾ ബോട്ടിൽ ആനമൈക്ക് എഴുതിക്കൊള്ളൂ. അത് ഞാൻ ഏറ്റു. ഓഹോ, ഇത് അവന്റെ കടയാണല്ലേ? ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ്ങിന്റെ ഒരു ഹോബിയാണ്. വരൂ. ജപ്പാന്റെ ഒറ്റക്ക് പോയാൽ മതി, ഞങ്ങൾ അത്ര രസത്തിലല്ല. അല്ലെങ്കിലും ശത്രുക്കളെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടുന്നതാണ് ഇഷ്ടം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിൽ 10 ആളുകളായിട്ട് അങ്ങോട്ട് വന്നോളൂ. എന്തു പറ്റി? ആഴത്തിൽ ഉറുമ്പുണ്ട് കേട്ടോ. കണ്ടിട്ട് ആളൊരു മിടുക്കനാണെന്ന് തോന്നല്ലേ? സംശയമുണ്ടോ? ആള് നല്ല മിടുക്കനാ, എന്നെ പോലെ സ്മാർട്ട്. ഇതിലും കുറച്ചാ വൃത്തിയേടായിരിക്കും, അതുകൊണ്ടാ. കല്യാണം എന്നാ? നീ വിഷമിക്കാതിരിക്കെ. അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും.
അത് കാര്യമാക്കാനില്ല. ഹലോ ബാർബറിയം ബ്രദർ, എനിക്ക് രണ്ടുപേരുടെ കട്ടിങ് ഇവിടെ ഉണ്ട്. ഞാൻ കട്ടിങ്ങിന് വന്ന പിന്നെ? ഐ എം ആർ ജപ്പാൻ FRCS. FRCS-ഓ? അതെ, ഫീമെയിൽ റവല്യൂഷണറി കോസ്മെറ്റിക് സർവീസസ്. ഈ കവലയിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വന്നതാണ്. വന്നപ്പോ സ്ഥലത്തെ പ്രധാനപ്പെട്ട ബാർബറെ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. സന്തോഷം. ആ, ഇവിടെ ഷേവിംഗ് റേസേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടോ? ഇവിടെ കത്തിയാണ് ഉപയോഗിക്കാറുള്ളത്. ആ, കത്തി സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടോ എന്നാ ചോദിച്ചത്. ഇല്ല. എങ്കിൽ ഈ ക്നാപ്പിലൂടെ എയ്ഡ്സ് പകരും മിസ്റ്റർ. ശരിയാ, ഈ ക്ലാപ്പ് വെച്ച് ഞാൻ ചേട്ടനെ ഷേവ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട്. അതെ. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. എന്റെ ബ്യൂട്ടി പാർലറിൽ പരിപൂർണ അണുവിമുക്തമായ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് ഷേവിംഗ്, കമ്പ്യൂട്ടർ കട്ടിംഗ്, സൊഫിസ്റ്റിക്കേറ്റഡ് ഹെയർ റിമൂവിംഗ്, കോംപ്ലിക്കേറ്റഡ് കോമ്പാക്ട് പ്രഷർ ബ്ലീച്ചിംഗ്, ഫേഷ്യലിംഗ് ആൻഡ് ഫിനിഷിംഗ്, അങ്ങനെ സൗന്ദര്യ ശാസ്ത്ര രംഗത്തെ അതിനൂതനമായ സങ്കേതങ്ങളും സമ്പ്രദായങ്ങളുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ദ്രവിച്ച കത്തിയൊന്നും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. അവിടെ പ്രത്യേകിച്ച് ഒരു കത്തിയുടെ ആവശ്യമില്ലല്ലോ. ബില്ല് തന്നെ ഒരു കത്തിയാണല്ലോ. പിന്നെ നിങ്ങളും ഉണ്ടല്ലോ. സംസാരം അതിൽ കിടക്കുന്നു. ഒരു ചീപ്പ് ബാർബറായ നീ ഒരു ബ്യൂട്ടീഷ്യനോട് മാന്യമായിട്ട് സംസാരിക്കണം. ദേ എന്റെ കടയിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ, ഈ തല ഞാൻ മൊട്ടയടിച്ചു വിടും. നിന്റെ തന്തയുടെയും ചെരപ്പ് നിർത്തി തെണ്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് തെണ്ടി തലച്ച് ജപ്പാനല്ല, കേട്ടോ തെണ്ടി. പോട്ടെ. ശരി. എന്തായി? തുടക്കം ഗംഭീരമായി. ഞാൻ അവനെ ശരിക്കും റാഗ് ചെയ്തു. നന്നായി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിന് ശേഷം. എന്തൊക്കെയുണ്ട് ഐറ്റംസ്? നല്ല നാടൻ കോഴിയും പോത്തിറച്ചി. ഓക്കെ. പിന്നെ പച്ചക്കറി മുതൽ വെജിറ്റബിൾസ് വരെ വേറെ. ഓക്കെ. ഏതായാലും ഇത്രയും പരിചയമായ സ്ഥിതിക്ക് ജപ്പാൻജിക്ക് ഞാനൊരു കമ്പനി കൊടുക്കാം. ആക്രമണം കാണിക്കില്ലേ? ബാക്കി വന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്തൂടെ? ബാക്കി വന്നാലല്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞങ്ങളിവിടെ ഇറച്ചി മീനൊന്നും വയ്ക്കാറില്ല. കാരണം ഞാനും ഒന്നും കഴിക്കാറില്ല. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല. പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേയിരിക്കും. അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഏകദേശം എത്ര രൂപ വേണ്ടി വരും? അധികം രൂപയൊന്നും വേണ്ടി വരില്ല. ഒരു 60,000 രൂപ വേണ്ടി വരും. ഈ എയർ കണ്ടീഷൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടെ? അതിലും ഭേദം നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതാണ്. അല്ല, മുതലാളിക്ക് ഇപ്പൊ 60,000 എന്ന് പറഞ്ഞ വല്ല പ്രശ്നമാണോ? പണം എറിഞ്ഞ പണം തന്നെ പെറുക്കി എടുത്തൂടെ? അല്ല ജപ്പാൻജി, ഈ ഫ്രിഡ്ജ് എന്തിനാ? പിന്നെ 4 കൂൾ സോഡ കുടിക്കാൻ ഞാൻ ടൗണിൽ പോണോ? ആ, ഐസ് ക്യൂബ്സ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും. സ്മോൾ അടിക്കാൻ, അല്ല മോത്തരിക്കാൻ കസ്റ്റമേഴ്സിന്റെ. അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. ജപ്പാൻജിയോട് ഞാൻ സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഇരിക്കുന്ന മുതലാളിയോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ട് അങ്ങനെ തോന്നി. ശരിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ പല്ല് കുത്തി പോലെ ഇരിക്കും. തന്നെ എന്നെ കണ്ടോ? ഇവിടെ ഒരുത്തൻ ബാർബറെ കുറ്റം പറഞ്ഞിട്ട് ബാർബർ ഷാപ്പ് തുടങ്ങാൻ പോകുന്നു. അച്ഛൻ ബാർബറ, ശത്രുവിന്റെ അച്ഛൻ. അയാൾ അവിടെ കിടന്ന് കുരയ്ക്കട്ടെ. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. അത് പട്ടികൾക്കല്ലേ അറിയാവൂ. മുതലാളി, ഞാനും ജപ്പാൻജിയും യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? 2 സിംഹം വേണ്ട. ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ.